നമസ്കാരം മാം. നമസ്കാരം. മാമായിട്ട് ഇന്നും എനിക്ക് സംസാരിക്കാനുള്ള വിഷയം രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ്. കഴിഞ്ഞ തവണ നമ്മൾ രാജിയെ കുറിച്ചാണ് സംസാരിച്ചിരുന്നത്. ഇന്നിപ്പോ നേതൃത്വം AICC-യും KPCC-യും എല്ലാം തന്നെ പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സസ്പെൻഡ് ചെയ്തു എന്ന വാർത്തകൾ പുറത്തു വരുന്നു. ഇതൊരു തലയൂരലാണ്, മുഖം രക്ഷിക്കലാണ് എന്ന ആരോപണങ്ങൾക്കൊന്നും അന്ത്യവുമില്ല. അത് എന്തായാലും നമുക്ക് ഉറപ്പാണ്. ഇത്തരത്തിലൊരു MLA സ്ഥാനം നിലനിൽക്കെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുമ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുമെന്നത് തീർച്ചയാണ്. എന്താണ് ഇതിൽ BJP-യുടെയും മഹിളാ മോർച്ചയുടെയും നിലപാട് എന്താണ്? ഇത് ദേശീയ ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. ഈ ഒരു സാഹചര്യത്തില് കേരളത്തിലെ നേതൃത്വം എന്ന് പറയുന്നത് രാഹുലിന്റെ രാജി, ഇവിടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന്, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജീവിനെ നീക്കി. കൂടാതെ അദ്ദേഹത്തിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വം ഒഴിവാക്കി. അപ്പോ നേരെ മറിച്ച് അവര് കുറച്ചെങ്കിലും ധാർമ്മികത ഉണ്ടെങ്കിൽ പാലക്കാട് ജനതയുടെ MLA ആയി തുടരാനുള്ള അവകാശമാണ് നിഷേധിക്കേണ്ടത്. ആ ഒരു സ്ഥാനമാണ് രാഹുലിനെ കൊണ്ട് ആദ്യം രാജിവെപ്പിക്കേണ്ടിയിരുന്നത്. അതിന് മുതിരാതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി രാഹുൽ ഇനി കോൺഗ്രസിന്റെ അംഗമല്ല, കോൺഗ്രസിന്റെ അംഗത്വം കൂടി ഇല്ലാത്ത ഒരാളാണ് രാഹുൽ മാങ്കൂട്ടം, അതുകൊണ്ട് ഇനി തങ്ങൾക്ക് അതിന്റെ ബാധ്യതയില്ല എന്നുള്ള ഒരു നിലപാടാണ് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. അതായത് ഇതിലൊട്ടും മഹിളാ മോർച്ചയോ BJP-യോ സാറ്റിസ്ഫൈഡ് അല്ല, നിങ്ങൾക്ക് തൃപ്തിയായിട്ടില്ല ഇപ്പോഴും ഈ ഒരു നിലപാടിൽ എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഞങ്ങൾക്ക് തൃപ്തിപ്പെടാനാവുക? അത് അവരുടെ പാർട്ടിയുടെ കാര്യം. അവരുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കലോ അല്ലെങ്കിൽ അവരുടെ പാർട്ടിയുടെ സ്ഥാനങ്ങൾ രാജിവെപ്പിക്കലോ ഇതൊക്കെ അവരുടെ പാർട്ടിക്കകത്തുള്ള ആഭ്യന്തര കാര്യങ്ങളാണ്. എന്നാൽ ജനങ്ങളാണ് ഇവിടെ രാഹുലിനെ തെരഞ്ഞെടുത്ത് MLA ആക്കിയിട്ടുള്ളത്. അപ്പൊ ആ ജനങ്ങളുടെ സുരക്ഷ ഒരുക്കേണ്ട രാഹുൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഹീനകൃത്യങ്ങൾ തങ്ങളുടെ മണ്ഡലത്തിലെ വനിതകളോടും മറ്റു വനിതകളോടും ഒക്കെയായി നിരവധി തവണ ആവർത്തിച്ചിട്ടുള്ളത്. അത് കൊലവിളി അടക്കമാണ് രാഹുൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തില് ജനപ്രതിനിധിയായിട്ട് തുടരാൻ രാഹുലിന് അർഹതയില്ല എന്നാണ് മഹിളാ മോർച്ച ആവർത്തിച്ച് പറയുന്നത്. മഹിളാ മോർച്ച അടങ്ങിയിരിക്കില്ല. രാഹുൽ രാജിവെക്കുന്നത് വരെ സമരമുഖത്തുണ്ടാവും. അതായത് ഇതിനെ കൊണ്ടൊന്നും തൃപ്തിയായിട്ടില്ല. എനിക്ക് ചോദിക്കാനുള്ളത്, പാലക്കാട് നിന്നാണ് തെരഞ്ഞെടുപ്പ് നേരിട്ട് രാഹുൽ നിയമസഭയിൽ എത്തുന്നത്. ഇനി നിയമസഭയിൽ ഇരിക്കാനുള്ള അത്രയും ധൈര്യം രാഹുലിന് ഉണ്ടാകുമോ എന്നറിയില്ല. എന്താന്ന് വെച്ചാൽ പാർട്ടിയുടെ സപ്പോർട്ട് കുറഞ്ഞു. പിന്നീട് ഇപ്പൊ ഇന്നലെ പുറത്തു വന്നൊരു വാർത്തയുണ്ടായിരുന്നു, ഉപതെരഞ്ഞെടുപ്പ് വന്നാലും BJP അതിൽ മത്സരിക്കാൻ സാധ്യതയില്ല എന്നുള്ള രീതിയിൽ. അതായത് BJP ഉപതെരഞ്ഞെടുപ്പിനെ സ്വീകരിക്കുന്നില്ല എന്നുള്ള രീതിയിൽ. അതിനർത്ഥം BJP-ക്ക് രാഹുലിനെ താഴെ ഇറക്കുക എന്ന് മാത്രമാണോ ലക്ഷ്യം? അതല്ലെങ്കിൽ അവിടെ ഒരു വിജയസാധ്യത കൂടുതലുള്ള ഒരു മണ്ഡലം കൂടെയാണ് BJP സംബന്ധിച്ച്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിലപാട് BJP എടുത്തിട്ടുണ്ടാകുക? അങ്ങനെയുള്ള നിലപാടൊന്നും പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായിട്ട് വന്നതായിട്ട് എനിക്കറിയില്ല. എന്നിരുന്നാൽ കൂടി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്ന് രാഹുൽ അവിടെ MLA ആയി തെരഞ്ഞെടുത്ത സാഹചര്യം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം അവിടെ ഉണ്ടായിരുന്ന മുൻ MLA ഷാഫി പറമ്പിലിനെ അവിടെ വടകര മണ്ഡലത്തിൽ MP സീറ്റിലേക്ക് മത്സരിപ്പിക്കുകയും അവിടെ ജയിച്ചതിന് ശേഷം ഇവിടെ രാജിവെപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ തന്നെ ആവശ്യമില്ലാത്തൊരു തെരഞ്ഞെടുപ്പാണ് പാലക്കാട് ജനതയുടെ മേലെ അടിച്ചേൽപ്പിച്ചത്. അതെല്ലാം നമ്മുടെ നികുതി പണം കൊണ്ടാണ് ഓരോ തെരഞ്ഞെടുപ്പുകളും കോടിക്കണക്കിന് രൂപ ചെലവാക്കിയിട്ട് നടത്തി വരുന്നത്. ഇനി ഈ രാഹുൽ രാജിവെച്ചാലും അതേ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പാലക്കാട് നേരിടേണ്ടി വരും. കാരണം ഇനി നമുക്ക് ഏതാണ്ട് ഒരു വർഷം നമുക്ക് ഇലക്ഷൻ ഉണ്ട്. അപ്പോ അതുകൊണ്ട് തന്നെ ഒരു വർഷം, ഒരു 3-4 മാസം കൂടി ഇലക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വരും. അതിലൊന്നും തർക്കമില്ല. പക്ഷെ ഈ ഒരു രാഹുലിനെ അവിടെ ജനപ്രതിയായിട്ട് തുടരാനുള്ള അർഹത ഒരു കാരണവശാലും ഇല്ല. ഇത്തരത്തിലുള്ള അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന നിലയിൽ ഓരോ ദിവസം കൂടുന്നതും തെളിവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്നിപ്പോ റിപ്പോർട്ടർ ചാനലിൽ ഒരു ന്യൂസ് കണ്ടിരുന്നു. നമ്മുടെ കോൺഗ്രസിന്റെ തിരുവനന്തപുരം യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഒരു ഗ്രൂപ്പില് റിപ്പോർട്ടർ ചാനലിനെതിരെ കൊലവിളി, അതായത് രാഹുൽ രാജിവെക്കാനിടയായിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ടർ ചാനല് അടിച്ചു പൊളിക്കും, ഓഫീസ് അടിച്ചു പൊളിക്കും എന്നുള്ള രീതിയിൽ ഒരു വോയിസ് സന്ദേശം ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു രാഹുലല്ല, 1000 രാഹുലുകൾ ഉള്ളതാണ് ഈ കോൺഗ്രസ് പാർട്ടി. അപ്പൊ ഈ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം ഇത്തരത്തിലുള്ള ഗുണ്ടകളെയാണ് ജനങ്ങൾക്കിടയിലേക്ക് ഇറക്കി വിടുന്നതിനുള്ള ഇതിലും പരം തെളിവ് വേറെ ഒന്നും ഇല്ല. അപ്പോ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടിയാണ് BJP. ജനങ്ങൾക്ക് വേണ്ടി സ്ത്രീ സുരക്ഷ
നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ നിരവധി കാര്യങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി കൊണ്ടുവന്ന് സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രാഷ്ട്രീയ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അത്തരം സാഹചര്യത്തിലാണ് സ്ത്രീ സുരക്ഷയ്ക്ക് കളങ്കമുണ്ടാക്കുന്ന രീതിയിൽ ഒരു ജനപ്രതിനിധി തന്നെ, കോൺഗ്രസിന്റെ ഒരു ജനപ്രതിനിധി തന്നെ ഈ രീതിയിൽ അക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നത്, വനിതകളോടുള്ള അക്രമങ്ങളുമായിട്ട്. ഇതൊരിക്കലും ഭാരതീയ ജനതാ പാർട്ടി അംഗീകരിച്ചു കൊടുക്കില്ല. മഹിളാ മോർച്ച ഇതിനെതിരെ സമരം ചെയ്തുകൊണ്ടേയിരിക്കും. രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് രാജി വെക്കുന്നത് വരെ ഞങ്ങൾ സമരം തുറന്നുകൊണ്ടേയിരിക്കും. ഇപ്പോ ഈ ചാനൽ ചർച്ചയുമായി ബന്ധപ്പെട്ട് അപ്പൊ കോൺഗ്രസ് ആരോപിക്കുന്ന ഒരു ആരോപണമുണ്ട് ബിജെപിക്ക് നേരെ. പോക്സോ കേസിൽ പ്രതിയാക്കപ്പെട്ടിട്ടുള്ള ഒരാൾ നിങ്ങളുടെ തലപ്പത്തില്ലേ എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത് മഹിളാ മോർച്ച? അതൊക്കെ ആരോപണങ്ങളല്ലേ. പോക്സോ കേസിലുണ്ടെങ്കിൽ അതിനല്ലേ ഈ രാജ്യത്ത് കോടതികൾ ഉള്ളത്. കോടതികൾ വിചാരണ നേരിട്ട് അത്തരത്തിലുള്ള പ്രതികൾ ഉണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം. അത് തന്നെയാണ് ഞങ്ങളുടെ പാർട്ടിയും. ഞങ്ങളുടെ പാർട്ടി ഒരിക്കലും ഒരു കുറ്റവാളിയെ സംരക്ഷിക്കുന്ന പാർട്ടിയല്ല. അതിന് ഈ നാട്ടിൽ നീതിന്യായ വ്യവസ്ഥയുണ്ട്, കോടതികളുണ്ട്. ആ കോടതിയുടെ കീഴിൽ അതിനെ കൊണ്ടുവരട്ടെ. അതുപോലെ തന്നെ പാലക്കാട് നിന്ന് തന്നെ വരുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ രാഹുൽ പരിചയപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു പുറത്തു വരുന്ന ബിജെപി അനുഭാവിയായിട്ടുള്ള ഒരാളുണ്ട്, അവന്തിക എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ലേഡിയെയും രാഹുൽ മിസ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത വന്നിരുന്നു. അതിനെ മറുപടിയുമായിട്ട് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു. അവന്തികയും രാഹുലും നല്ല സുഹൃത്തുക്കളാണ് എന്ന് പറയുന്നു. അവന്തികയെ ഇതിനായി, അതായത് ബ്രെയിൻ വാഷ് ചെയ്യുകയും അങ്ങനെ ആ രീതിയിലേക്ക് ആയി എന്നുള്ള രീതിയിലല്ലേ നമ്മൾ ഇന്നലെ വന്ന വോയിസ് ക്ലിപ്പുകളൊക്കെ നോക്കി കാണേണ്ടത്. അതായത് അവന്തിക വോയിസ് ക്ലിപ്പിൽ പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ രാഹുലിന്റെ അടുത്ത് നിന്നും മോശമായ പെരുമാറ്റം ഉണ്ടായിട്ടില്ല എന്ന് ന്യൂസ് 18-ലെ റിപ്പോർട്ടറിന്റെ അടുത്ത് പറയുന്നുണ്ട്. പിന്നീട് അപ്പോ ഈ ആരോപണങ്ങൾ, അവന്തിക ആദ്യം പറഞ്ഞ ആരോപണങ്ങളൊക്കെ തള്ളിക്കളയുന്നതല്ലേ രാഹുൽ ഇന്നലെ പുറത്തുവിട്ട വോയിസ് ക്ലിപ്പ്? രാഹുൽ ഇന്നലെ പുറത്തുവിട്ട വോയിസ് ക്ലിപ്പ് അത് അവന്തിക തന്നെ പറയുന്നു, അത് കുറെ ദിവസം മുൻപുള്ളതാണ്. പിന്നീട് കൂടുതൽ പെൺകുട്ടികൾ രാഹുലിന്റെ ചൂഷണത്തിന് ഇരയാകുന്നുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ താനും ചതിക്കപ്പെടുകയാണ് എന്നുള്ള ഒരു ബോധ്യം വന്നതിനാലാകാം അവന്തിക പിന്നീട് മാധ്യമങ്ങളോട് ഇത്തരത്തിലൊരു തുറന്നു പറച്ചില് നടത്തിയത്. അപ്പോ അങ്ങനെ നമുക്ക് അങ്ങനെ നോക്കി കാണാൻ കഴിയും. നിന്നെ ഞാൻ ബാംഗ്ലൂരോ ചെന്നൈയിലോ അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് റേപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയണമെങ്കിൽ, എന്ന് പറഞ്ഞത് കേട്ടിട്ടുണ്ടെങ്കിൽ അത് അപ്പോൾ പ്രതികരിക്കേണ്ടതായിരുന്നില്ലേ? പിന്നീട് ഇപ്പോ ഓഗസ്റ്റ് 1-ാം തീയതി രാഹുലുമായി നല്ല സൗഹൃദത്തിലാണ് എന്ന് പറഞ്ഞ ഒരാൾ ഒരു 20 ദിവസത്തിന് ശേഷം അത്തരത്തിൽ സംസാരിക്കാൻ പാടുണ്ടോ? സംസാരിക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? ഒരു പെൺകുട്ടി ഒരു പീഡനം നേരിടുമ്പോൾ അവൾ ആ നേരിട്ട കുറ്റകൃത്യം അപ്പൊ തന്നെ പുറത്തു പറയും. പ്രത്യേകിച്ച് മറുപക്ഷത്തുള്ള ആൾ, പീഡകൻ എന്ന് പറയുന്ന ആള് ഒരു ശക്തിയായിരിക്കുമ്പോ ഇതിനെക്കുറിച്ച് പുറത്തു പറയാൻ തീർച്ചയായും ഒരു പെൺകുട്ടി ഭയക്കും. അത്തരത്തിലൊരു സാഹചര്യമാണ് നമ്മുടെ സംസ്ഥാനത്ത് നിന്നുള്ളത്. കാരണം ഒരു പെൺകുട്ടിക്ക് ഒരു പീഡനം നേരിട്ടാൽ സ്വമേധയാ ഒരു കേസെടുക്കുന്ന ഒരു വനിതാ കമ്മീഷനോ അല്ലെങ്കിൽ ഒരു തെളിവുകളോടുകൂടി ഒരു കാര്യം പുറത്തു പറഞ്ഞാൽ അതിനെതിരെ കേസെടുക്കുന്ന ഒരു ആഭ്യന്തര വകുപ്പോ ഇന്ന് കേരളത്തിൽ ഇല്ല. അത് കേരളത്തിന്റെ പരാജയമാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലായിരിക്കാം ആ പെൺകുട്ടി കുറച്ചു ദിവസം സൈലന്റ് ആയിരുന്ന് തനിക്ക് നീതി കിട്ടും എന്നുള്ള വിശ്വാസത്തിലായിരിക്കാം ആ പെൺകുട്ടി അത് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പുറത്തു വന്ന സാഹചര്യത്തിൽ അവര് ആ പെൺകുട്ടിയോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഒരു ധാർമ്മികതയുള്ള ഒരു പ്രസ്ഥാനമായിട്ടുള്ള മഹിളാ മോർച്ച ചെയ്യേണ്ടത്. ഈ രാജ്യത്തൊട്ടാകെയുള്ള വനിതകൾക്ക് വേണ്ടി അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിരവധി സമരത്തിനും സേവനത്തിനും നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനമാണ് മഹിളാ മോർച്ച. മഹിളാ മോർച്ചയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു ദുരവസ്ഥ ഒരു പെൺകുട്ടിക്ക് വന്നാൽ അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് വന്നാൽ കയ്യും കെട്ടി നോക്കിയിരിക്കാനാകില്ല. ഞങ്ങൾ സമര രംഗത്ത് ഉണ്ടാവുക തന്നെ ചെയ്യും. അല്ല മാം, ഇത്തരത്തിലുള്ള ഒരു ഓഡിയോ ഓഗസ്റ്റ് 1-ാം തീയതിയാണ് രാഹുലിന് അയച്ചു കൊടുക്കുന്നത്. അപ്പോഴും അവർ തമ്മിൽ നല്ല സൗഹൃദത്തിലാണ്. അപ്പൊ അതിൽ തന്നെ പറയുന്നുണ്ട് എനിക്ക് മോശാനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് അവർ വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്. അപ്പൊ ഇതിന് പിന്നിൽ എന്തൊക്കെയോ ഗൂഢാലോചനകൾ ഉണ്ട് എന്ന് ശരിവെക്കുന്നതല്ലേ ആ ഓഡിയോ? നോക്കൂ, ഏത് രീതിയിലാണ് ഏതൊക്കെ സ്ഥലത്തു നിന്നാണ് തനിക്ക് ഭീഷണി വരുന്നതെന്നും ഏതൊക്കെ രീതിയിലാണ് ഭീഷണി നേരിടുന്നതെന്നും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയിലായിരിക്കാം ആ കുട്ടി രാഹുലിനെ വിളിച്ച് താൻ സേഫ് ആണ് എന്നുള്ള കാര്യം ഉറപ്പാക്കുവാൻ വേണ്ടിയിട്ടായിരിക്കാം രാഹുലിനെ വിളിച്ചത്. പക്ഷെ പിന്നീടുള്ള ഓരോ അനുഭവങ്ങളും ഓരോ പെൺകുട്ടികളുടെയും തുറന്നു പറച്ചിലുകൾ വരുമ്പോ താനും അത്തരത്തിൽ ചതിക്കപ്പെട്ടേക്കാം. ഈ കൂടുതൽ അപകടത്തിലേക്ക് പോകുന്നതിന് മുമ്പ്
തുറന്നു പറഞ്ഞ് രാഹുലിന് തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാം എന്നുള്ള ഒരു ഉദ്ദേശമായിരിക്കും ആ പെൺകുട്ടിയുടെ. എന്തായാലും സാഹചര്യം ഇതായിരിക്കെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഒരിക്കലും അത് അനുവദിച്ചു കൊടുക്കുവാൻ സാധിക്കില്ല. രാഹുലിന്റെ രാജി എന്നതിൽ കുറവായി ഞങ്ങൾ മറ്റൊന്നും ആവശ്യപ്പെടുന്നില്ല. രാഹുൽ ഇനി പാലക്കാട് മണ്ഡലത്തിൽ MLA ആയിട്ട് തുടരുവാൻ യാതൊരു അർഹതയുമുള്ള ഒരു ആളല്ല.